അയ്യ വണക്കം. ഒട്ടും പ്രതീക്ഷിക്കാതെ, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ വിജയം കണ്ട് പ്രാന്തായി ഡിപ്രഷനിലായി പോയിരിക്കുകയാണ് കേരളത്തിലെ കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും എന്ന് പറയുന്നത്. ഇവർ മൂന്ന് പേരും ഒരുമിച്ച് നിന്നും വിത്ത് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി സുരേഷ് ഗോപിക്കെതിരെ പല ആരോപണങ്ങളും കൊണ്ടുവന്ന് ഒരുമിച്ച് നിന്ന് ലൂസ് അടിച്ചിട്ടും സുരേഷ് ഗോപി അടപടലം ഇവറ്റകളെയൊക്കെ അടിച്ചുറക്കി ജയിച്ചു വന്നു എന്നുള്ളത് ചെറിയ ഒരു ആഘാതമല്ല ഇവരിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ജയം എന്ന് പറയുന്നത് കേരള സാംസ്കാരികതയ്ക്ക് പ്രബുദ്ധതയ്ക്ക് ഏറ്റ ഒരു വിജയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കേരള പ്രബുദ്ധതയെ പിടിച്ചുയർത്തുന്ന ഒരു സംഭവം പറഞ്ഞ് അത് നമ്മുടെ PK ശശിക്ക് പ്രൊമോഷനോടുകൂടി പാർട്ടിയിൽ സ്ഥലം കൊടുത്തത്. പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന ആൾക്കാർക്ക് പ്രൊമോഷനോടുകൂടി പാർട്ടിയിൽ സ്ഥലം കൊടുക്കുന്നതാണല്ലോ കേരള പ്രബുദ്ധതയെ ഉയർത്തുന്ന ഒരു സംഭവം. അതങ്ങോട്ട് നമുക്ക് മാറ്റി നിർത്താം. സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നാലെ തൃശൂർ ചാണക തൃശൂറായും ഊപ്പി, നേരത്തെ ചാണക ഊപ്പിയായിരുന്നു, ഹിന്ദി ഹൃദയഭൂമിയായും ഇപ്പോൾ ഇവറ്റകൾക്കിടയിൽ അറിയപ്പെട്ടു തുടങ്ങി. അതേസമയം സുരേഷ് ഗോപിക്കെതിരെയുള്ള മാധ്യമങ്ങളുടെ വാർത്തകൾ കണ്ട് വീണ്ടും വീണ്ടും കിളി പോവുകയാണ് ഇവറ്റകളുടെ. സുരേഷ് ഗോപി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇവരെ അത്ഭുതപ്പെടുത്തുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇതൊക്കെ പറയാനുണ്ടായ കാരണം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കേരളത്തിൽ വന്നു. കരിമ്പിൻകാട്ടിൽ ആന കയറിയതുപോലെ സകല മാധ്യമങ്ങളും അത് കവർ ചെയ്യാൻ ചെന്നു. വലിയ രീതിയിൽ അത് കവർ ചെയ്തു. സുരേഷ് ഗോപി തളി ക്ഷേത്രത്തിൽ ചെല്ലുന്നു, സുരേഷ് ഗോപി കൊട്ടിയൂര് ചെല്ലുന്നു, സുരേഷ് ഗോപി അതിനുശേഷം EK നായനാരുടെ ഭാര്യയെ കാണാനായിട്ട് ചെല്ലുന്നു. രാഷ്ട്രീയം ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ പഴയ സൗഹൃദമാണ്, പണ്ടേ ഉള്ളതാണ്, അമ്മ എന്നാണ് സുരേഷ് ഗോപി വിളിക്കുന്നത്. സുരേഷ് ഗോപി താഴ്ന്ന് EK നായനാരുടെ ഭാര്യയുടെ കാല് തൊട്ട് വന്നിക്കുന്നു. എല്ലാവരും സുരേഷ് ഗോപിയുടെ കാല് തൊട്ട് വന്നിക്കുന്നതാണ്, സുരേഷ് ഗോപി ബ്രാഹ്മണനാകണമെന്ന് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവറ്റകൾ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയല്ലോ. EK നായനാരുടെ ഭാര്യയുടെ കാല് തൊട്ട് വന്നിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ സുരേഷ് ഗോപി മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനിയുണ്ട് സുരേഷ് ഗോപിയെ കുറിച്ച് വാർത്ത. പക്ഷെ അതിനു മുമ്പ് രമേശ് പിഷാരടി സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. രമേശ് പിഷാരടി ഒരു ഇന്റർവ്യൂവിൽ സുരേഷ് ഗോപിയെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? രമേശ് പിഷാരടിയെ കുറിച്ച് ആദ്യം പറയാം. ഈ രമേശ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയുടെ പല നിലപാടുകളും നിങ്ങൾ എടുത്ത് നോക്കണം. ആ നിലപാടുകളെല്ലാം വളരെ ക്ലിയർ ആണ്. അദ്ദേഹം എന്താണോ പറയുന്നത് അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കും. അത് ഇഴകീറി പരിശോധിച്ച് കീറി മുറിച്ച് കറക്റ്റായിട്ട് രമേശ് പിഷാരടി പറഞ്ഞു വയ്ക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് രമേശ് പിഷാരടിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ളത് വേറൊരു കാര്യം. ഞാനൊരു ശ്രീജിത്ത് പണിക്കരുടെയൊക്കെ ലെവലിൽ കാണുന്ന ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ ഒരു അഭിപ്രായമില്ലായിരിക്കും. പക്ഷേ പുള്ളിയുടെ പല കാര്യത്തിലുള്ള നിലപാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അതിഗംഭീരമാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇവിടെ അവതാരകൻ രമേശ് പിഷാരടിയോട് ചോദിക്കുന്നു, സ്വന്തം അയൽക്കാരൻ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാണല്ലോ ക്രിസ്തു പറയുന്നത്. അങ്ങനെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ തൃശ്ശൂരുള്ള ക്രിസ്ത്യൻ വോട്ടേഴ്സിന് അയൽക്കാരൻ ആരാണെന്ന് തിരിച്ചറിയാൻ ഒരു ഡൗട്ട് വന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രമേശ് പിഷാരടി പറയുന്നുണ്ട്, അതിനിത് അയൽക്കാരനല്ലല്ലോ, അയൽക്കാരൻ്റെ ആയിട്ട് ഇത് യാതൊരുവിധ ബന്ധമില്ലല്ലോ, ഇത് ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രക്രിയയില്ല, ഒരു തെരഞ്ഞെടുപ്പല്ലേ എന്ന് രമേശ് പിഷാരടി പറയുന്നുണ്ട്. പിന്നെയാണ് ഹൈലൈറ്റ്. BJP ഒരു വർഗീയ പാർട്ടിയാണോ എന്ന് രമേശ് പിഷാരടി ചോദിക്കുമ്പോൾ ഹിന്ദുത്വ അജണ്ടയുള്ള പാർട്ടിയാണ് BJP എന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് രമേശ് പിഷാരടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ്. പക്ഷേ ഈ വർഗീയ BJP ഇവിടെ ജയിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ജയിക്കുന്നത് അപകടമല്ലേ എന്ന ഒരു ചോദ്യം അവതാരകൻ അങ്ങോട്ട് ഇട്ടപ്പോൾ രമേശ് പിഷാരടിയിൽ $1 മില്യൺ ആൻസർ ഉണ്ടായിരുന്നു. ആ ആൻസർ ഇങ്ങനെയാണ്. പക്ഷേ BJP ഇവിടെ ജയിക്കുന്നത് കേരളത്തിൽ നല്ലതാണ്. ഞാൻ അതാണ് പറയുന്നത്. ഇതിനെ നമ്മൾ സാമാന്യവൽക്കരിക്കുന്നതിൻ്റെതായ പ്രശ്നമുണ്ട്. ഇപ്പോൾ സുരേഷ് ഏട്ടൻ ജയിച്ച സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു ആൾക്കാർ പറയും നമുക്ക് രാഷ്ട്രീയമല്ല, അയാളിലെ വ്യക്തിയെ കണ്ടാണ് നമ്മൾ വോട്ട് ചെയ്തത്. അപ്പോൾ പറയും അല്ല, വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നോക്കൂ എന്ന് പറയുമല്ലോ. ആ പറയുന്നത് സത്യത്തിൽ വലിയ പ്രശ്നമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് എല്ലാ ഇസ്ലാം വിശ്വാസികളും തീവ്രവാദികളല്ല എന്ന് പറയേണ്ടി വരുന്നത്? ഇസ്ലാം എന്ന് പറയാൻ അപ്പം ഇത് പറയുന്നു. എന്തുകൊണ്ടാണ് പല ഹിന്ദുക്കൾക്കും എല്ലാ ഹിന്ദുക്കളും സംഖ്യയല്ല എന്ന് പറയേണ്ടി വരുന്നത്? സാമാന്യവൽക്കരിക്കപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരാൾ BJPയിലായതുകൊണ്ടോ ഇസ്ലാമിലായതുകൊണ്ടോ ഹിന്ദുവിലായതുകൊണ്ടോ കോൺഗ്രസിലായതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റിലായതുകൊണ്ടോ ഒരാളുടെ സ്വഭാവത്തെ അത് കാര്യമായി നിർണ്ണയിക്കുന്നില്ല. എല്ലാ പാർട്ടിയിലും എല്ലാ മതങ്ങളിലും എല്ലാ ജാതിയിലും നല്ലവനും ചീത്തയും ഉണ്ട്. ഇവിടെ ജയിലിൽ കിടക്കുന്ന എല്ലാവരും വിശ്വാസികളും അമ്പലത്തിൽ പോയവരും ഈ കൊലപാതകം ചെയ്തൊക്കെ കിടക്കുന്ന എല്ലാവരും വിശ്വാസികളും അമ്പലത്തിൽ പോയവരും ഒക്കെ തന്നെയാണ്. അപ്പൊ ഇത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ അത്തരണത്തിൽ അങ്ങ് സാമാന്യവൽക്കരിച്ച് കളയുന്നത് ശരിയല്ല. എല്ലാത്തിലും ഗുണവും ദോഷവും ഉണ്ട് എന്നാണ് രമേശ് പിഷാരടി പറയുന്നത്. ഇവിടെ അവതാരകന്റെ കിളി പോയത് എവിടെയാണെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ്, അതായത് BJP ഒരു വർഗീയ പാർട്ടിയാണല്ലോ, ആ വർഗീയ പാർട്ടിയായിട്ടുള്ള BJP വിജയിക്കുന്നത്
നല്ലതാണോ എന്ന് പറയുമ്പോൾ രമേഷ് പിഷാരടി ഒരു ചോദ്യമുണ്ട് തിരിച്ച്. എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിന് ഞങ്ങൾ എല്ലാവരും തീവ്രവാദികളല്ല എന്ന് പറയേണ്ടി വരുന്നത്? ഞങ്ങളെല്ലാവരും തീവ്രവാദികളല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിന് എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൽ ഇതിൻ്റെ മുഴുവൻ മറുപടിയും അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, രമേഷ് പിഷാരടിയുടെ വാക്കുകളുടെ ആ ഒരു മൂർച്ച, ആ ഒരു വാക്കുകളുടെ ആ കൗണ്ടർ അടിക്കുന്നതിൽ ആ ഒരു മൂർച്ച അത് അതിഭീകരമാണ്. അവിടെ രമേഷ് പിഷാരടി അത് പറയുന്നത് കേട്ടിട്ട് പിന്നെ ഒന്നും തിരിച്ച് പറയാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രമേഷ് പിഷാരടി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഒന്നും പറയാനില്ല, ഓൾ ക്ലിയർ, എല്ലാം ഓൾ ക്ലിയർ ആയി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്തത്. ജയിലിനകത്ത് അമ്പലമുണ്ട്, ജയിലിനകത്ത് ജയിൽ പുള്ളികൾക്ക്, അതായത് ഹീനമായ കൊലപാതകങ്ങളും മോഷണങ്ങളും ചെയ്തു വന്നിട്ടുള്ള ജയിൽ പുള്ളികൾക്ക് തൊഴാനുള്ള അമ്പലമുണ്ട്. അവരും വിശ്വാസികളൊക്കെ തന്നെയാണ്. പക്ഷേ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരിലും എന്താണ്, നല്ലവരും ഉണ്ട്, മോശപ്പെട്ട ആൾക്കാരുമുണ്ട് എന്നുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആ ഉത്തരമാണ് രമേഷ് പിഷാരടി കൊടുത്തത്. ഇത് അങ്ങോട്ട് മാറ്റി നിർത്താം. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയോട് മനോരമ ചാനലിലുള്ള ഒരു അവതാരക ഒരു ചോദ്യം ചോദിച്ചു, ഈ സിനിമയും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? അല്ല പെട്ടെന്ന് പറ എന്നൊരു ചോദ്യം ചോദിച്ചു. അതായത് സിനിമയും ആ ഒരു രാഷ്ട്രീയവും ഈ പദവിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി തിരിച്ചൊരു $1 മില്യൺ മറുപടി കൊടുത്തു. അതെന്താണെന്ന് അറിയാമോ? അതായത് എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് സിനിമയല്ലാതെ വേറൊരു പണിയും അറിയില്ല. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം, ഈ MP സ്ഥാനം എന്നൊക്കെ പറയുന്നത് ടെമ്പററി ആണ്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എനിക്കിനി ഒരു മകളെ കെട്ടി ചെയ്യാനുണ്ട്. നിങ്ങൾ തരുമോ കാശ്? ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് പൈസ വേണം. എൻ്റെ ഈ സഹമന്ത്രി സ്ഥാനത്തിൽ നിന്നും കിട്ടുന്ന ഈ ശമ്പളം അത് ഞാൻ എടുക്കില്ല. ഞാനത് പഴയതുപോലെ ചെയ്യും. പണ്ട് ഞാൻ രാജ്യസഭാ MP ആയിരുന്നപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് അതുപോലെ ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇതോടുകൂടി ആ അവതാരകയുടെയും മുഴുവനായിട്ടുള്ള ഗ്യാസും പോയി എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. സുരേഷ് ഗോപി കൃത്യമായിട്ടുള്ള നിലപാട് അവിടെ പറഞ്ഞ് എല്ലാവരുടെ മുമ്പിലൂടെ മുന്നേറുകയാണ്. സുരേഷ് ഗോപി അതുപോലെ കഴിഞ്ഞ ദിവസം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. നമ്മുടെ രാഘവൻ അണ്ണൻ കോഴിക്കോട് എയിംസ് വേണം എന്ന് വലിയ രീതിയിൽ ആക്രോശിച്ചു. അതായത് രാഘവണ്ണൻ ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്നു, അവിടെ UPA ഭരിക്കുന്നു, ഇപ്പോൾ രാഘവണ്ണൻ MP ആയിരുന്നു, എന്നിട്ട് പോലും രാഘവണ്ണൻ എയിംസ് കൊണ്ടുവരാൻ പറ്റിയില്ല. സുരേഷ് ഗോപി അങ്ങോട്ട് കയറിയേ പിന്നാലെ കോഴിക്കോട് എയിംസ് വേണം എന്ന് രാഘവണ്ണം പറയുന്നു. അതിന് പിന്നിൽ വേറൊരു കാര്യമുണ്ട്. അതായത് സുരേഷ് ഗോപി എന്തായാലും എയിംസ് കൊണ്ടുവരുമെന്ന് അറിയാം. സുരേഷ് ഗോപി കോഴിക്കോടല്ല അത് കൊണ്ടുവരാൻ പോകുന്നതെന്നും അറിയാം. ഇനി സുരേഷ് ഗോപി കൊണ്ടുവന്നിട്ട് അത് കോഴിക്കോട് ഞാൻ ചോദിച്ചില്ല എന്ന് വേണ്ട, അതുകൊണ്ട് ഒരു ചോദ്യം അങ്ങ് ഇട്ടേക്കാം, എയിംസ് കോഴിക്കോട് വേണം എന്ന്. സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, അതായത് എയിംസ് കോഴിക്കോട് വേണമെങ്കിൽ തരാൻ പറ്റില്ല എന്ന് ആക്രോശിക്കാൻ. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞത് രാഘവൻ അത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. എന്തായാലും സുരേഷ് ഗോപി ടൂറിസം സഹമന്ത്രി ആയതോടുകൂടി മരുമോന് ഹോളായി എന്നുള്ളത് വേറൊരു കാര്യം. ഫ്ലക്സ് അടിച്ച് ഇനി മരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. മരുമോനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവിടെ ഫ്ലക്സ് അടിക്കുന്ന കമ്പനികളായിരിക്കും. അവർക്ക് ഇനി ഫ്ലക്സ് അടിച്ച് മരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായിരുന്നാലും സുരേഷ് ഗോപി സഹമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം സുരേഷ് ഗോപിക്കെതിരെയുള്ള മൂർച്ചയുള്ള ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും കൂടിക്കൂടി വരികയാണ്. സുരേഷ് ഗോപിയെ ഏതെല്ലാം രീതിയിൽ താറടിച്ച് കാണിക്കാൻ പറ്റുമോ, ഏതെല്ലാം രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ച് പെടുത്താൻ പറ്റുമോ എന്നൊക്കെ പല ആൾക്കാരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സുഡാപ്പി ചാനലൊക്കെ ഒരു അവസരം കിട്ടാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സുഡാപ്പി ചാനലിലെ ഫോക്കസ് ഔട്ട് കംപ്ലീറ്റ്ലിയിൽ എങ്ങനെയായിട്ട് ഈ മനുഷ്യനെ നശിപ്പിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ഈ ഫോക്കസ് ഔട്ട് കംപ്ലീറ്റ്ലിയാണ് സുരേഷ് ഗോപിക്ക് വളരാനുള്ള ഒരു വലിയ വടവൃക്ഷമായി വളരാനുള്ള വളമായി മാറിയത് എന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഈ കുത്തിത്തിരിപ്പൊക്കെ തുടരുക. സുരേഷ് ഗോപിയുടെ വഴിക്ക് കൃത്യമായി മുന്നോട്ട് പോകും. സകല ആൾക്കാരുടെ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. മാതാവ് നിങ്ങളുടെ കൂടെയല്ല, സുരേഷ് ഗോപിയുടെ കൂടെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.